ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതൊരു ഫ്രൈഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ക്ലീനിങ്ങിലേക്കാണ് കടന്നിട്ടുള്ളത്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി പാടെ തന്നെ വേഗം മുറ്റൊക്കെ അടിച്ച് വാരി, പിന്നെ അത് ആ സിറ്റൗട്ടൊക്കെ അടിച്ച് അവിടെയൊക്കെ തുടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് ആദ്യം കടന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ധാനുഷയൊക്കെ പുറത്ത് പോയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുക്കുക എന്നുള്ളതിൽ ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടി ഞാൻ വേഗം തന്നെ ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിച്ച് ഒഴിച്ചിട്ട് വേണമല്ലോ ചായ കപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ഞാനിതാ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കൊണ്ടുപോയി കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലും പിന്നെ അതിൻ്റെ പാത്രം കഴുകലും. ഫ്രൈഡേ ആകുമ്പോൾ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരിക്കുമല്ലോ നമുക്ക്. നമ്മൾ അന്നേരമായിട്ടുള്ള ആ പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഭയങ്കര വൃത്തിയായിട്ടിരിക്കും. നല്ല ക്ലീനായ കിച്ചണിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ പാചകം ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ക്ലീനാക്കിയതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ പാത്രങ്ങളൊന്നും ഇങ്ങനെ നിരന്ന് കിടക്കില്ലല്ലോ. നമ്മൾ ആ ഒരു പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നേരം നമ്മൾ ആവുന്ന പാത്രങ്ങൾ കഴുകി നോക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. ക്ലീനിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് പാത്രം കഴുകുക എന്നുള്ള ഒരു ഡ്യൂട്ടി ഉണ്ടാവില്ല, അന്നേരം കഴിക്കാൻ മതിയാവും. പെട്ടെന്ന് തന്നെ നമ്മളെ ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ശീലിക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആദ്യം ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് മടി അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ, അത് ഉറപ്പാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥന ഏതായാലും അത് ചെയ്തതിന് ശേഷം നമ്മളുടെ ജോലികളിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി വരുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതാ ഞാനിന്ന് കോഴിയടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് എല്ലാവരും കാണുക. അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കായാലും മോശക്കായാലും എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് എന്തായാലും ഞാനിത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഞാൻ ഒറോട്ടിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആമീസിൻ്റെ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഷോപ്പുകളിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ജാംജൂമെന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താ ഒരു 72 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. വലിയ റേറ്റൊന്നുമില്ല. നമുക്ക് ഒരു പാക്കറ്റ് തന്നെ വാങ്ങിയാലൊരു 4-5 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ടാവും. കുറച്ച് പൊടി എടുത്താൽ മതി, അതന്നെ ഇങ്ങനെ വർദ്ധിച്ച് വരുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നതും. ഉപ്പിട്ടിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ആ ഒരു മാവും കൂടി ആകുമ്പോൾ നമുക്ക് രാവിലത്തെ കാര്യം ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സംഭവമാണെങ്കിൽ ഇവിടെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കോഴിയുടെ അങ്ങനെ ഉണ്ടാക്കുകയാണ്. എന്നാൽ പിന്നെ വേറൊരു കറിയോ കാര്യമോ ഒന്നും ഉണ്ടാക്കണ്ട. നമുക്ക് കുട്ടിക്ക് ലഞ്ച് ബോക്സിലാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അതിനും ഈസിയാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മാവ് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് പത്തിരിപ്പൊടി കുഴക്കുന്ന ആ ഒരു പണിയൊന്നുമില്ല കേട്ടോ. എല്ലാം ഒന്ന് മിക്സായിട്ട് നമ്മൾ ചപ്പാത്തിപ്പൊടിയൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി. എല്ലാം ഒന്ന് മിക്സായിട്ട് ഒരു ബോൾ രൂപത്തിലാക്കുക. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് സമൂസ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ മസാല കുറച്ച് ബാക്കിയുണ്ടായി. അപ്പോൾ അത് നല്ല ഈസി ആയിട്ടോ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു എളുപ്പം പോലെ തോന്നുമല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിൽ ഒരാശ്വാസമാണല്ലോ നമുക്ക്. അതുപോലെ തലേദിവസം കറി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കാര്യം ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ അത് ഉണ്ടാക്കുകയാണ്. കോഴിയോട് ഉണ്ടാക്കി അത് അപ്പം തന്നെ കഴിക്കുന്നതുമാണ് കേട്ടോ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ തീർത്തതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാൻ നിന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ ചെറിയൊരു ബോളെടുക്കുക, അതൊന്ന് പരത്തുക, അകത്ത് കുറച്ച് മസാല, അധികം തിങ്ങിയിട്ട് മസാല ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ പൊട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മാവാകുമ്പോൾ പൊട്ടിക്കീറുക അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് നല്ലൊരു മാവായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് ഇത് പൊട്ടിക്കീറാൻ സാധ്യത ഉണ്ട്.
അങ്ങനെ ഇതാ നമ്മളെ കോഴിയുടെയൊക്കെ ഇതാ ചൂടോടെ തന്നെ റെഡിയാക്കിയിട്ട് ഞാൻ ടേബിൾ മേലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ഓരോ പ്ലേറ്റിലേക്കും നമ്മുടെ കോഴിയുടെയൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കട്ടൻ ചായ ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഇത് വെറുതെ ഇങ്ങനെ കറിയൊന്നും ഇല്ലാതെ നമ്മൾ വറവിട്ടെടുക്കുന്നതാണല്ലോ. അപ്പോൾ പിന്നെ കറീൻ്റെ ആവശ്യമൊന്നും ഇതിനില്ല. അപ്പോൾ ഒരു കട്ടൻ ചായയും ഈ ഒരു കോഴിയുടെയും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്തത് എന്താണ് നമ്മളെ ജോലിയെന്നൊന്ന് ഇങ്ങനെ തീരുമാനിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് ഞാൻ പാത്രം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന്. അപ്പോൾ അതാ നമ്മളെ ചായ പൊടിയും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം നിമിഷക്ക് വണ്ടി ഒന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം തന്നെ നമ്മളെ കാർ പോർച്ചൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടെ ഒന്ന് ഓസൊക്കെ വെച്ചൊന്ന് കഴുകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വണ്ടി പുറത്തേക്ക് അങ്ങനെ അങ്ങ് ഇടലില്ല. അപ്പോൾ ഇടുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ആ ജോലികളൊക്കെ ഒന്ന് വേഗം തീർത്ത് വെക്കും. എങ്ങനെ ആയാലും കാറിൻ്റെ അടിയിൽ നമ്മളല്ലാത്ത സ്ഥലങ്ങളൊക്കെ അടിച്ചു വാരും, തുടച്ചെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ കാറ് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് എങ്ങനെയായാലും ടയറിലുള്ള ആ മണലൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് കഴുകി എടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഭയങ്കര ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. നമുക്ക് ലഞ്ചൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് ഞാൻ കുറച്ച് ബീഫ് ബിരിയാണിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീഫൊക്കെ വേവിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. രാവിലെ ബീഫായിരുന്നു കേട്ടോ പുറത്ത് പോയി വന്നപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. പിന്നെ നമ്മളെ സ്കൂട്ടർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പൊടിയൊക്കെ കണ്ടപ്പോൾ നമ്മളെ വീടും നമ്മളെ പോർച്ചൊക്കെ നല്ല വൃത്തിയായി കിടക്കണം. നമ്മളെ വണ്ടിയും കൂടി നല്ല വൃത്തിയായിട്ടിരിക്കണം. അപ്പോഴാണ് കേട്ടോ നല്ല കുരങ്ങൻ്റെ ശല്യം നമ്മളെ മാവുമ്മലൊക്കെ കയറി മറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ ഓടിയതാണ്. ഒരു കാര്യവുമില്ല, കുരങ്ങ് നമ്മളങ്ങോട്ട് കളിയാക്കാന്നല്ലാതെ അതൊന്നും അങ്ങോട്ട് മാറിയതിന് ശേഷം ഞാനങ്ങ് പോന്നാൽ അപ്പം തന്നെ കുരങ്ങ് വീണ്ടും വരും. അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ പഴുക്കുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര ശല്യമാണ് കേട്ടോ കുരങ്ങിൻ്റെ. ചില സമയത്ത് ഒട്ടും വരികയില്ല, അങ്ങനെയുള്ള ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ വേവിച്ച് വെച്ചിരുന്നു, ബീഫും വേവിച്ച് വെച്ചിരുന്നു. എന്നാൽ പിന്നെ വേഗം തന്നെ ബിരിയാണി ആക്കി എടുക്കാമല്ലോ. ഞാൻ കുക്കറിലാണ് കേട്ടോ മസാലയൊക്കെ വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ നമ്മളെ ഗരം മസാലയാണ് കേട്ടോ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും അത്രേ ഞാൻ ഒരു മസാല ആയിട്ട് എടുക്കലുള്ളൂ. പിന്നെ അതാ നമ്മളെ മുറ്റത്ത് തന്നെ ഇഷ്ടം പോലെ പുതിന ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചമ്മന്തിക്കും ബിരിയാണിയിൽക്കൊക്കെ ഉള്ള പുതിന പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നല്ല സുഖമാണല്ലോ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള നമ്മൾ നട്ട സാധനത്തിൽ വന്ന് എന്തെങ്കിലും ഒരു കായോ പൂവോ ഒക്കെ പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. പിന്നെ അത് ഞാൻ ബിരിയാണിയൊക്കെ നമ്മുടെ അതിൻ്റേതായിട്ടുള്ള റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പോൾ റെസിപ്പി വേണ്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേത് ന്യൂജാക്കൊക്കെ വന്നിട്ടുള്ള ഒരു ഫസ്റ്റത്തെ ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. നമുക്ക് വേറെ ആരും സന്തോഷിക്കാനുള്ള വക കൊണ്ടുത്തരില്ല. നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളിലായാലും നമ്മൾ സന്തോഷം കണ്ടെത്തിയാലേ നമുക്കുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.